ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോണത് റീനുവിനായിട്ടാണ് കേട്ടോ. അവൾക്കൊരു അവാർഡ് സെറിമണി ഉണ്ട്, 10th പാസ്സായതിൻ്റെ. അപ്പോൾ അവളെ കൂട്ടിയിട്ട് വേഗം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. നമുക്ക് ചാവക്കാട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ആരും ഇല്ലാത്തത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. പക്ഷേ അങ്ങോട്ട് അകത്തേക്ക് കയറിയപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് ഇറങ്ങിയ കാരണം തന്നെ ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ അധികം ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിദ്യാഭ്യാസം നിങ്ങൾക്ക് സഫലമാകട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ആദ്യമായി നിങ്ങളോട് ആശംസകളായി പറയാനുള്ളത്. മറ്റേ നമുക്കറിയാം തെറ്റുപാട് ഫാത്തിമത്തുൽ ജസ്രി എന്തായാലും വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ പേര് വിളിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ പപ്പയമ്മ വേണ്ടിയിരുന്നെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയ കാരണമാണ് കേട്ടോ എന്നെ കൂടി പറഞ്ഞയച്ചത്. ഭയങ്കര ഷൈ ഉള്ള ആളാണ് കേട്ടോ റീനു. അവൾ വന്നതിന് ശേഷം അവളെ കുറച്ച് കളിയാക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സ്ഥിരം പരിപ്പോടയുടെ ഷോപ്പായിരുന്നു കേട്ടോ. അന്ന് പരിപ്പോടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ കട്ട്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അവിടുന്ന് അങ്ങനെ നേരെ നമ്മൾ പൊന്നാനിക്ക് ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പൊന്നാനിക്കൊക്കെ പോയി. പൊന്നാനി പോയി വന്നതിന് ശേഷം നമ്മൾ പിന്നെ കർമ്മയിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കർമ്മയിലും ചുറ്റി കറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. ഏകദേശം 2:30 ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.